പകുതി വില തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. സീഡ് സൊസൈറ്റിയുടെ നിയമോപദേശകയും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലും സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും തോന്നക്കലിലെ സായിഗ്രാമത്തിന്റെ ഓഫീസിലും പരിശോധന നടക്കുന്നു. അനന്തകൃഷ്ണന്റെ ഇടുക്കി കൊളപ്രയിലെ വീട്ടിലും ഇഡി പരിശോധന നടത്തി. അതേസമയം അനന്തകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിലും പരിശോധന നടക്കുന്നുണ്ട്. സെർച്ച് നടക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് സമയം എടുക്കണം. അത്രേ ഉള്ളൂ. അല്ലല്ല, ഇത് അതിനു മുമ്പേ തുടങ്ങിയതാണ്. അതിനെപ്പറ്റി നമുക്കറിയില്ല. പ്രതിയെ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീലാസാബുവും ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസും ചേരുന്നു. ആദ്യം സഹിൻ ആന്റണിയിലേക്കാണ്. സഹിൻ, ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട തുടക്കം മുതലേ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും വേഗത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് അത് 1 മണിക്കൂറിലധികമായി തുടരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? അരുണ്യ, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ 16 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇതിൽ തന്നെ 4 ഇടങ്ങളിൽ ക്രൈംബ്രാഞ്ചും 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ലാലി വിൻസെന്റിന്റെ ഈ കാണുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലാണ്. ഇതിൽ 108 നമ്പർ മുറിയിലാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 5 ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു ഉദ്യോഗസ്ഥരെത്തിയത്. ഇവർക്ക് ലാലി വിൻസെന്റിനിൽ നിന്നും പ്രധാനമായും അറിയേണ്ടത് രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയിട്ടുള്ള പണമിടപാടുകളെ സംബന്ധിച്ചാണ്. ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ്, ഒരു രാഷ്ട്രീയ അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ സംബന്ധിച്ച അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നതും. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു ലാലി വിൻസെന്റ്. മാത്രമല്ല CPM നേതാക്കൾക്കും BJP നേതാക്കൾക്കും ഈ തട്ടിപ്പിൽ പങ്കുള്ളതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശക്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ചത്. 23 അക്കൗണ്ടുകളിൽ നിന്നായി 468 കോടി രൂപ 23 അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പണം ആർക്കെല്ലാം നൽകിയിട്ടുണ്ട്, ആർക്കെല്ലാം ഈ പണം വീതം വെച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് പ്രധാനമായും രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയിട്ടുള്ള പണമിടപാടുകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നില്ല. പകരം ഈ പണം ആർക്കെല്ലാം നൽകി എന്നുള്ളത് പരിശോധിക്കുന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. രാഷ്ട്രീയമായി തന്നെ ഇത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടിയാകാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെത്. മറ്റൊന്ന്, നേതാക്കൾക്ക് നൽകിയിട്ടുള്ള പണമിടപാടുകളെ സംബന്ധിച്ച് കൃത്യമായി പരിശോധന വേണം എന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും ഈ പണം നഷ്ടമായ ആളുകളിൽ നിന്നും ഉയർന്നിരുന്നു. കൂടാതെ സംസ്ഥാനത്ത് ഇത്രയധികം സ്ത്രീകൾ, 25,000-ലധികം സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടായിട്ടില്ല. മുൻപ് കുറിത്തട്ടിപ്പ്, അതേപോലെ ഫണ്ട് തട്ടിപ്പ്, ചിട്ടി തട്ടിപ്പെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം മനുഷ്യർ ഒരേ സമയത്ത് പറ്റിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. അതുമാത്രമല്ല, അതിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നതരുടെയും എല്ലാം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് കൂടിയായിരുന്നു ഈ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് കാര്യമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ECIR രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ അനന്തകൃഷ്ണനായിരുന്നു 1-ാം സ്ഥാനത്ത്, പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ശേഷിക്കുന്ന 2ഉം 3ഉം ആനന്ദ്കുമാറും ലാലി വിൻസെന്റും അടക്കമുള്ളവരെ പ്രതികർക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരുന്നു. കണ്ണൂരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ലാലി വിൻസെന്റ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ ലാലി വിൻസെന്റിന് ഈ കേസിലുള്ള പങ്കിനെ കുറിച്ച് കൃത്യമായി പോലീസ് അറിയിക്കണമെന്ന് ഹൈക്കോടതിയും നേരത്തെ തന്നെ ആ നിർദ്ദേശം നൽകിയിരുന്നു. ഈ സീഡ് സൊസൈറ്റികൾക്ക് 200ഓളം വരുന്ന സീഡ് സൊസൈറ്റികൾക്ക് ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തയ്യാറാക്കി കൊടുത്തത് ലാലി വിൻസെന്റിൻ്റെ ഈ ഫ്ലാറ്റിൽ നിന്ന് തന്നെയാണ്. സീഡ് സൊസൈറ്റികൾക്കടക്കമുള്ള രേഖകളെല്ലാം തയ്യാറാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ലാലി വിൻസെന്റിന് ഇതിൽ കൃത്യമായി ഈ പണമിടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകും എന്നുള്ളൊരു അറിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. പിന്നെ ഈ പണത്തിൻ്റെ പോക്കുവരവുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ശേഖരിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായ തെളിവുകൾ ലാലി വിൻസെന്റിന്റെ പക്കലുണ്ട്. മുൻപ് ലാലി വിൻസെന്റ് തന്നെ പറഞ്ഞിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് താൻ ഈ തെളിവുകളെല്ലാം കൈമാറുമെന്നുള്ളത്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തെളിവുകൾ ശേഖരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. തിരുവനന്തപുരത്തേക്ക് കൂടി പോകാം. അവിടെ ബിനിൽ ലീലാസാബു ഉണ്ട്. ബിനിൽ, തിരുവനന്തപുരത്തെ റെയ്ഡ് തരത്തിൽ പുരോഗമിക്കുന്നപ്പോൾ 1 മണിക്കൂറിലധികമായി റെയ്ഡ് തുടരുമ്പോൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ?
റെയ്ഡ് തന്നെയാണ്. ഇപ്പോൾ ഈ കെ എൻ ആനന്ദകുമാറിന്റെ വീട്ടിലും അതിന് തൊട്ടടുത്തുള്ള സായിഗ്രാം കേരളയുടെ ഓഫീസിലുമാണ് ഇപ്പോൾ പരിശോധന ഇഡിയുടെ തുടരുന്നത്. അത് രാവിലെ 8:30 തന്നെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ആദ്യം വീട്ടിലാണ് ഈ പരിശോധന തുടങ്ങിയത്. തുടർന്ന് തൊട്ടടുത്തുള്ള ഈ ഓഫീസിലേക്ക് വരികയും അവർ ഈ രേഖകൾ പരിശോധിക്കുകയുമാണ്. പ്രധാനമായും പരിശോധിക്കുന്നത് അനന്തകൃഷ്ണന്റെ മൊഴി എന്ന് പറയുന്നത് 2 കോടിയിലധികം രൂപ കെ എൻ ആനന്ദകുമാർ നൽകി എന്നുള്ളതാണ്. അതിന്റെ രേഖകളടക്കമാണ് പരിശോധിക്കുന്നത്. വീട്ടിലെ രേഖകൾ, അതിന്റെ പണമിടപാടുകൾ സംബന്ധിച്ച രേഖകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നമുക്ക് ഈ ഓഫീസിൽ നിന്ന് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. അവർ ഓരോ രേഖകളും കൃത്യമായി പരിശോധിച്ച് വരികയാണ്. ഇത് ഉറപ്പിക്കേണ്ട കാര്യം എത്ര കോടിയാണ് ഈ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിട്ടുള്ളത്, അത് ഏത് രീതിയിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിച്ച് വരുന്നത്. നേരത്തെ തുടക്കം മുതൽ തന്നെ കെ എൻ ആനന്ദകുമാർ എടുത്ത നിലപാട് ഈ തട്ടിപ്പുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, തട്ടിപ്പ് നടത്തിയത് അനന്തകൃഷ്ണനാണ്. അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്നത് ബോധ്യപ്പെട്ടപ്പോൾ ഈ NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ ഒഴിഞ്ഞുവെന്നാണ് ഈ കെ എൻ ആനന്ദകുമാർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ പിന്നീടുള്ള ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ഇതിന്റെ ബൈലോ നിയമാവലി കണ്ടെത്തി ഈ കോൺഫെഡറേഷന്റെ. അപ്പോൾ അതിൽ പറയുന്നത് ഈ ആജീവനാന്ത ചെയർമാനാണ് ഈ കെ എൻ ആനന്ദകുമാർ. അതുകൊണ്ട് നിലവിൽ താൻ ഒഴിഞ്ഞു എന്ന് പറയുന്നത് കൃത്യമായത് അതങ്ങനെ അംഗീകരിച്ച് കളയാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ ഒഴിഞ്ഞു എന്ന് പറയുന്നത് കേസിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗമല്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയുമായി കെ എൻ ആനന്ദകുമാർ തിരുവനന്തപുരത്തെ അഡീഷണൽ സെഷൻസ് കോടതി സമീപിച്ചത്. നിലവിൽ ഈ കേസ് ഇന്ന് കോടതി പരിഗണിക്കും, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതിനെ എതിർത്തുള്ള റിപ്പോർട്ടായിരിക്കും ക്രൈംബ്രാഞ്ച് നൽകുക. കാരണം അത് ചൂണ്ടിക്കാണിക്കുന്നത് അനന്തകൃഷ്ണന്റെ മൊഴിയും ചില രേഖകളും ഒക്കെയാണ്. മാത്രമല്ല സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പല കേസുകളിലും 2ാം പ്രതിയാണ് കെ എൻ ആനന്ദകുമാർ. 1ാം പ്രതി അനന്തകൃഷ്ണനും 2ാം പ്രതി കെ എൻ ആനന്ദകുമാറും. അതുകൊണ്ട് ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പിന്നെ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇഡിയുടെ കാര്യം പറഞ്ഞാൽ ഇഡി നേരത്തെ പരാതിക്കാരെ കണ്ടിരുന്നു, അവരുടെ മൊഴികൾ ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന ഇന്നിപ്പോൾ 12 ഇടങ്ങളിൽ നടത്തുന്നത്. സായിഗ്രാമിന്റെ തോന്നക്കലെ മെയിൻ ഓഫീസിലും അതോടൊപ്പം ഈ ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ വീടിനടുത്തുള്ള ഓഫീസിലുമാണ് ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇത് സമയം വളരെ നീണ്ടുപോകുന്ന ഒരു പരിശോധനയാണ് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അവർ ഓരോ രേഖകളും പരിശോധിക്കുകയാണ്. അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഈ കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രേഖകളുണ്ട്, എന്തൊക്കെ ഇടപാടുകളുണ്ട്, അതൊക്കെ ഇഴകീറി പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തായാലും ഇക്കാര്യത്തിൽ ആനന്ദകുമാറിന് ഒഴിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം സംസ്ഥാനത്ത് പല ഇടപാടുകൾ നടന്നത് ഈ ആനന്ദകുമാർ വഴിയാണ്. കാരണം അനന്തകൃഷ്ണന് രാഷ്ട്രീയ നേതാക്കളുമായി വലിയ ബന്ധങ്ങളില്ല. പക്ഷേ ഈ സായിഗ്രാമിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ നേതാക്കളായും മറ്റ് മന്ത്രിമാരും ഒക്കെയായും അടുത്ത ബന്ധം ആനന്ദകുമാറിനുണ്ട്. അങ്ങനെയാണ് സംസ്ഥാനത്ത് വിവിധ പരിപാടികളിലേക്ക് രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പങ്കെടുപ്പിച്ചത്. ആ ബന്ധം വഴിയാണ്. പിന്നെ മറ്റൊരു മൊഴിയുള്ളത് ആനന്ദകുമാർ പറഞ്ഞതിന്റെ പ്രകാരമാണ് പല പണങ്ങളും ഇടപാടും തങ്ങൾ നടത്തിയെന്ന പരാതിക്കാർ ഉന്നയിക്കുന്നുമുണ്ട്. ഇത്തരം മൊഴികൾ ആനന്ദകുമാറിന് എതിരെയുണ്ട്. മാത്രമല്ല അതിൽ ചില രേഖകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആനന്ദകുമാറിന് ഈ കേസിൽ നിന്നും താൻ ഇതിൽ തട്ടിപ്പിൽ പങ്കില്ല എന്ന വാദം നിലനിൽക്കില്ല. ഈ നിലവിൽ പ്രതിയാണ്. അതിനുശേഷം കൂടുതൽ കേസുകളിലേക്ക് പ്രതിയാക്കപ്പെടുകയും പിന്നീട് നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഇന്ന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആനന്ദകുമാർ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ തട്ടിപ്പിൽ തനിക്ക് നേരിട്ട് ബന്ധമില്ല. അനന്തകൃഷ്ണൻ തന്നെ സമീപിച്ചു. അതിനുശേഷം ഇതിൽ ഒരു ശരിയായ നടപടിയാണ് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്ക് ശരിയാണ് മനസ്സിലാക്കിയ ശേഷം പകുതിവെൽ തട്ടിപ്പിൽ ആനന്ദകുമാറിന് നിർണായകമാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇന്നത്തെ റെയ്ഡും എന്നത് ശ്രദ്ധേയം. ഇനി ഇടുക്കിയിലേക്ക് കൂടി പോകാം. ഇടുക്കിയിൽ ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഇടുക്കിയിൽ എവിടെയെല്ലാമാണ് ഇന്നത്തെ പരിശോധന? വീട്ടിലെ അനന്തകൃഷ്ണന്റെ വീട്ടിലെ റെയ്ഡ് അത് പൂർത്തിയായല്ലോ അല്ലേ? അരുണ്യ, ഇന്ന് രാവിലെയാണ് ഇ ഡി സംഘം ഇടുക്കിയിലും എത്തിയിട്ടുള്ളത്. അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നടത്തിയത്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം ഈ റെയ്ഡ് തുടർന്നിരുന്നു. അത് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള 5-അംഗ സംഘമാണ് ഈ റെയ്ഡിനായി എത്തിയത്. ഇ ഡി സംഘമാണ് റെയ്ഡിനായി എത്തിയത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് വീട്ടിൽ അത്തരത്തിൽ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം രേഖകളൊക്കെയും വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം വീട്ടിലെത്തിയപ്പോൾ വീട് അടഞ്ഞു കിടക്കുന്നൊരു അവസ്ഥയായിരുന്നുവെങ്കിൽ പിന്നീട് സഹോദരി ഭർത്താവ് എത്തിയാണ് ഈ ഉദ്യോഗസ്ഥർക്കായി വീട് തുറന്നു കൊടുക്കുകയും തുടർന്നുള്ള റെയ്ഡ് നടക്കുകയും ചെയ്തത്. അതിനു മുമ്പാണ് തന്നെ കോളപ്രയിലെ ഓഫീസിലും എത്തി ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ഈ ഇവിടങ്ങളിലൊക്കെയും പ്രധാനമായും ഈ അനന്തകൃഷ്ണൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇ ഡി ഈ പകുതിവില തട്ടിപ്പ് കേസ് ഏറ്റെടുക്കുന്നത്. പോലീസിനും ക്രൈംബ്രാഞ്ചിനും പിന്നാലെയാണ് ഇ ഡിയുടെ ഈ നടപടി ഉണ്ടാകുന്നത്.
ഉണ്ടാകുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ അനന്തകൃഷ്ണനെ വാങ്ങിച്ചിരുന്നു. നിരവധിയായ കാര്യങ്ങൾ കസ്റ്റഡി അപേക്ഷയിൽ നൽകിയിരുന്നു. ഇതിലൊക്കെയും പരാതിക്കാരായിട്ടുള്ള ആളുകൾ ഇ ഡി നേരിട്ട് അവരുടെ മൊഴിയെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പരാതിക്കാരിൽ നിന്ന് ഇ ഡി വിശദമായി തന്നെ മൊഴിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലൊക്കെയും റെയ്ഡിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അനന്തു സ്കൂട്ടർ വാങ്ങിയതും ലാപ്ടോപ്പ് വാങ്ങിയതും അതോടൊപ്പം തന്നെ വളം വാങ്ങിയതുമൊക്കെയായുള്ള സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിലൊക്കെയും ആളുകളെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലും ആ സ്ഥാപനങ്ങളിലുമൊക്കെയും ഒരു റെയ്ഡിന് സാധ്യതയുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇന്ന് ഇടുക്കിയിൽ സംഘം വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും ഇത്തരം റെയ്ഡ് തുടരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പരാതിക്കാരെ നേരിട്ട് കണ്ട് പരാതികൾ കേൾക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ തട്ടിപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ 22 ബാങ്ക് അക്കൗണ്ടുകളിലായി കോടികൾ രൂപയാണ് എത്തിയിട്ടുള്ളത്. പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് വിലയിരുത്തിയിരിക്കുന്ന ആ കണക്കുകളൊക്കെയും ഇ ഡിക്കും ലഭിച്ചിട്ടുണ്ട്. ഇ ഡി നേരത്തെ തന്നെ ബാങ്കുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അനന്തകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടക്കമുള്ളവ വാങ്ങിച്ച് ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ളവ വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്കായി നേരത്തെ തന്നെ ബാങ്കുകളിൽ നോട്ടീസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ തുടരുകയാണ്. സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, ഇതിൽ ചൂതാട്ട വ്യവസ്ഥയിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ടോ, ഏതാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത്. അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്ക് ഇനിയും കണ്ടറിയേണ്ടത്. ഏതായാലും വിശദമായ പരിശോധനകൾ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടും ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഇടങ്ങളിലും ഇ ഡി പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആരുണ്യ, പകുതിവിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും ഇടുക്കിയിലും തിരുവനന്തപുരത്തും വിവിധയിടങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ഇലാസബവും ആൽവിൻ തോമസും സഹൈൻ ആന്റണിയും.